Welcome, Microbe Guy, to Mallu Researcher Talk. Yeah. എന്തുകൊണ്ടാണ് മിഥുൻ ഒരു PhD എടുക്കണം എന്ന് വിചാരിച്ചത്? ഡോക്ടർ. പേരിന് മുന്നിൽ ഡോക്ടർ എന്ന് വരാൻ വേണ്ടി. ഞാൻ ഒരു സത്യം പറയട്ടെ, സത്യം പറ. ആണ് എനിക്കതുകൊണ്ട് എന്റെ തന്നെ. ഈ സംഘം തന്നെ ആ, ഡോക്ടർ മുഹമ്മദ് അഫ്നാസ് കേൾക്കാൻ നല്ല പിന്നെ രസമുണ്ടല്ലോ അല്ലാണ്ട് അല്ലേ? അല്ല ദൈവം, എന്റെ ഇന്റർവ്യൂ പാനുള്ള ആരും ഇത് കേൾക്കരുത്. കാരണം ഇന്റർവ്യൂവിനൊക്കെ ഐ എം പാഷനേറ്റ്, ഇത് ഓഫ് കോഴ്സ് അതുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതുകൊണ്ട് ഇപ്പൊ എന്റെ മുന്നിൽ ഒരു ഡോക്ടർ ടൈറ്റിൽ എന്നൊരു മോട്ടിവേഷൻ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ? നാട്ടുകാരുടെ പുച്ചൊക്കെ മാറ്റണം അല്ലേ? അതെ അതെ. എനിക്ക് ഭാഗ്യം കൊണ്ട് ഇന്റർവ്യൂ ഇല്ലായിരുന്നു. എനിക്ക് ഡയറക്റ്റ് PhD അഡ്മിഷൻ അത് കഴിഞ്ഞിട്ടായിരുന്നു ഇന്റർവ്യൂ. ഓ, സ്കോളർഷിപ്പ് ഓഫർ ലെറ്റർ കിട്ടിയതിനു ശേഷം. ഒടുക്കത്തെ സ്ട്രെസ് ആയിരുന്നു, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. സ്പെഷ്യലി ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഭയങ്കര പാടായിരുന്നു. അവർക്ക് 6 പേർക്ക് നമുക്ക് മൊത്തം ഒരു 100 പേരുടെ അടുത്തുണ്ടായിരുന്നു ഫൈനൽ ഇന്റർവ്യൂവിന്. അതിൽ അവർ ഒരു വർഷം 25 പേർക്കേ കൊടുക്കത്തുള്ളൂ. അതിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, വിച്ച് ഐ റിയലി തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫെയർ, അതിൽ 6 പേർക്ക് അങ്ങാണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് കൊടുക്കത്തുള്ളൂ. കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഫണ്ടിങ് കൂടുതലാണ്. അപ്പം അതിൽ തന്നെ ബ്രില്യൻ്റ് ഒരു ആണ്. 10-50 പേര് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരുന്നു, ഭയങ്കര ആണോ? സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഇപ്പൊ കിട്ടണമെങ്കിൽ അത്രയും ബ്രില്യൻ്റ് ആയിരിക്കണം. ബ്രില്യൻ്റ് ഒന്നുമല്ല, നാക്കിന്റെ ഒരു ബലം അത്രേ ഉള്ളൂ. സീരിയസ്ലി പറയാം. ഇപ്പൊ പറഞ്ഞു വിട്ട് തന്നെ എന്തിനാ PhD ചെയ്യുന്നത്, ഡോക്ടർ ആവാനെന്ന് പറഞ്ഞാൽ തീർന്നു. അപ്പോഴത്തേനും അവിടുന്ന് ഞാൻ അതാണ് ഇതാണ് ആ സംഭവം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അതെ. ഇതാക്കി. അതെ, ഞാൻ ജനിച്ചത് മുതൽ എന്റെ പാഷൻ എന്ന് പറയുന്നത് റിസർച്ച് അത് ചെയ്യണതായിരുന്നു. അതിപ്പോഴും അങ്ങനെ പറയത്തുള്ളൂ. ദൈവമേ, മലയാളത്തിൽ പറഞ്ഞത് കാര്യം എന്റെ സൂപ്പർവൈസർ, എന്റെ ഗ്രൂപ്പിലുള്ള ആരും ഇത് കണ്ടാൽ മനസ്സിലാവത്തില്ല. മനസ്സിലായി കഴിഞ്ഞാൽ ദൈവമേ. ഞാൻ അതെ, എല്ലാവർക്കും ഈ ഒരു ആഗ്രഹമുണ്ട്. അത് ശരിയാ. ഇല്ലാട്ടോ, ഇല്ലാത്ത എന്റെ ലാബിലെ പോസ്റ്റ് ഡോക്ക് അങ്ങനെയൊന്നുമില്ല. അവരൊന്നും ആണോ? ദേ ഡോണ്ട് കെയർ. അവര് PhD കിട്ടിയിട്ട് അവരെ മുന്നിൽ ഡോക്ടർ ടൈറ്റിൽ വെക്കണമെന്നൊന്നുമില്ല. ഞാനൊക്കെ എനിക്കെല്ലാം കിട്ടിക്കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാം എടുത്തു. ചില ആൾക്കാർ പറയും അല്പന്മാരെ വെക്കുകയാണ്. ആ, ലൈക്ക് ഐ സീൻ ലൈക്ക് ഇവരാരും ദേ ഡോണ്ട് കെയർ. അവര് ഉം. ഇതിലൊന്നും ഇതാക്കത്തില്ല. ചിലപ്പോ ആദ്യത്തെ ഒരു ആവശ്യം കാണത്തുള്ളൂ, കുറച്ച് മാറ്ററിങ്. ശരിയാ, അതങ്ങനെ തന്നെ ആണല്ലോ. നമുക്ക് PhD പോഷൻ കിട്ടുന്നത് വരെ PhD എന്ന് പറയുന്ന വലിയ സംഭവമായിരുന്നു എന്ന് ഞാനൊക്കെ വിചാരിച്ചിരുന്നതല്ലേ? ഫ്ലെക്സ് ഒക്കെ ടച്ച് വുഡ്, ദൈവം എല്ലാം നന്നായിട്ട് പോണേ. ഇങ്ങനൊന്നും എന്റെ നിങ്ങളെ ഫ്ലെക്സ് വെച്ചിട്ടില്ല, ഞാൻ തന്നെ അടിച്ചിറക്കേണ്ടിയിരുന്ന തോന്നുന്നു. ഒരു കാര്യം ചെയ്യ്, നിനക്കുള്ള എന്നാ നിനക്ക് തീരുന്ന കംപ്ലീറ്റ് ആവുന്നത്? എന്റേത് നവംബറിലായിരിക്കും തീസിസ് സബ്മിഷൻ വരുന്നത്. നവംബർ ഡിസംബർ ഈ സമയത്ത്. നവംബറിലോ? നീ ഫൈനൽ ഇയർ ആണോ? ഉം. അതെ. ഓക്കെ, സോ നിനക്കുള്ള ഫ്ലെക്സ് ഞാൻ അടിക്കാം. എന്റേത് 2029 തീരത്തുള്ളൂ. അപ്പൊ എനിക്കുള്ള ഓർമ്മിക്കേണ്ടി വരും. ഓർമ്മിച്ചാ മതി. ഓർമ്മിപ്പിച്ചോളാം, അതേ വിളിച്ച് ഓർമ്മിപ്പിച്ചോളാം. പേരടിക്കുക. ഓക്കെ.